വാഹനം ഓട്ടുന്നവരെ കണ്ടിട്ടുണ്ടോ? എത്ര സ്മൂത്തായിട്ടാണ് അവർ ആ വാഹനത്തെ ഓടിച്ചു പോകുന്നത്. എത്ര വലിയ പ്രയാസങ്ങൾ അവരുടെ യാത്രയിലുണ്ടെങ്കിലും അവരതിനെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്തു പോകുന്നത് കാണാൻ പറ്റും. കാരണം അവർ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞു. എന്നാൽ അവരുടെ തുടക്കക്കാലം ഓർത്ത് നോക്കിയേ, ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒത്തിരി പ്രയാസങ്ങൾ അവരുടെ മുമ്പിൽ കടന്നു വന്നതാണ്. അതിനൊക്കെ അവർക്ക് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാതെ ചിലപ്പം അപകടത്തിൽപ്പെട്ട് കാണും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രയാസത്തിലൂടെ കടന്നു പോയവരായിരിക്കും. എന്നാൽ അതേ പ്രയാസം ഇന്ന് അവർക്ക് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. എത്ര വലിയ അപകടം വാഹനങ്ങൾ ഫ്രണ്ടിൽ വന്നാലും അതിനെ മാറ്റിയെടുത്ത് ക്ലിയറായിട്ട് ഓടിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഒരു ക്രിസ്തീയ ജീവിതവും. ഇബ്രായരുടെ എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ഒരു ക്രിസ്തീയ പൈതലിൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളെ, ശോധനകൾ ആദ്യകാലത്ത് അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാതെ പതറിപ്പോകുന്നവരാണ്. എന്നാൽ ഈ വചനം പറയുന്നു, അതിന് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രെയിനഡ് ആയിക്കഴിഞ്ഞാൽ എത്ര വലിയ പ്രയാസം വന്നാലും ആ പ്രയാസത്തിന് മധ്യയിൽ നമുക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റുമെന്നാണ് ഈ വചനം പറയുന്നത്. അങ്ങനെ നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. വർഷങ്ങളായിട്ട് ദൈവ പൈതലാണെങ്കിലും ഇപ്പോഴും ഒരു പ്രയാസം വരുമ്പോൾ എന്തിനാ ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ശോധന തന്നതെന്നാണ് നമ്മൾ പലപ്പോഴും ദൈവത്തിനോട് ചോദിക്കാറുള്ളത്. എന്നാൽ ദൈവത്തെ രുചിച്ചറിഞ്ഞ മക്കൾ, അല്ലെങ്കിൽ ദൈവത്തിലൊരു വിശ്വാസമുണ്ട്. എന്താണെന്നറിയാമോ? എത്ര വലിയ പ്രയാസം വന്നാലും എൻ്റെ ദൈവം അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നൽകി തന്നത്. കാരണം സകലവും നന്മയ്ക്കായിട്ട് ചെയ്യുന്ന ഒരു ദൈവമാണെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസമാണ് നമ്മുടെ എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എത്ര വലിയ ശോധന വന്നാലും നാം എന്ത് ചെയ്യത്തില്ല, പതറത്തില്ല. ദൈവത്തിൻ്റെ സമാധാനം നാം അനുഭവിക്കുന്നവരായിരിക്കും. അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. ഇതിനാ ദൈവം നമ്മൾ ശിക്ഷിക്കുന്നത്, അവനോടൊപ്പം അവനെപ്പോലെ ആയിത്തീരുവാൻ. അപ്പം ശോധന കാലത്ത് തളർന്നു പോകാതെ എൻ്റെ ദൈവം എന്നെ അവനോടൊപ്പം വളർത്തുവാൻ വേണ്ടിയാണ് ഇത് നൽകി തന്നിരിക്കുന്ന ഉത്തമ ബോധ്യത്തോടെ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുന്ന മക്കളായി നമുക്ക് ജീവിക്കാം.